ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര മോദിയുടെയും നിതീഷ് കുമാറിന്റെയും BJPയുടെയും അണ്ടകടാഹമിളക്കി. ഞാൻ പറഞ്ഞത് സംഭവിക്കാൻ പോവുകയാണ്. അതായത് ഗ്രാമാന്തരങ്ങൾ രാഹുലിനും തേജസ്വിനി യാദവിനും വേണ്ടി ഇറങ്ങി. അതായത് മനസ്സിലാക്കേണ്ടത്, മഹാത്മാഗാന്ധി പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, പട്ടണങ്ങളിലല്ല. ആ ഗ്രാമത്തെ നിങ്ങൾ ഇളക്കിയോ, ഇന്ത്യ നിങ്ങളുടെ കൂടെ വരും. അതായത് ഗ്രാമങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും ഇന്ത്യയിലെ ചിന്ത എന്ന് പറയുന്നത്. അല്ല, പട്ടണങ്ങൾ ചിന്തിക്കുന്ന, ഒരു സമയത്ത് BJPയുടെ ഏറ്റവും വലിയ വേരെന്ന് പറഞ്ഞ പട്ടണങ്ങളായിരുന്നു. BJP അറിയപ്പെടുന്നത് സിറ്റി പാർട്ടിയാണ്. സിറ്റി പൊളിറ്റിക്സിൽ കൂടാണ് BJP കയറി വരുന്നത്. പിന്നീട് അത് ഗ്രാമത്തിലോട്ട് പോയി, അക്സെപ്റ്റഡായി. പക്ഷെ ഗ്രാമം എന്ന് തിരിയുന്നു, സിറ്റി കൂടെ നിന്നാലും ഗ്രാമം തീരുമാനിക്കും ഇന്ത്യ ഭരിക്കണം. എന്താണ് ഇന്ത്യയുടെ മാറ്റം? അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് വോട്ട് ചോരി, വോട്ടടിച്ച് മാറ്റുന്ന പ്രശ്നമായിട്ട് ഡിലീഷൻ 65 ലക്ഷത്തോളം ബീഹാറി വോട്ടർമാരുടെ പേര് മാറ്റുന്നു, എന്നിട്ട് അതിനകത്തോട്ട് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഓരോന്നായിട്ട് ജനങ്ങളുടെ മുമ്പിൽ BJPയുടെ എല്ലാ ക്ലെയിമും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വെച്ച എല്ലാ ന്യായീകരണവും പൊളിഞ്ഞുപോയി. പിന്നീട് ഒരു സഞ്ജയ് കുമാർ എന്നും പറഞ്ഞൊരു ഫേക്ക് അക്കൗണ്ടിൽ കൂടെ അടുത്തൊരു സംഭവം ട്വിറ്ററിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ ശ്രമിച്ചു. അയാളാണ് ഈ ഡേറ്റ കൊടുത്ത, ആ ഡേറ്റ തെറ്റ. ഇതൊക്കെ ഇവരുടെ കബളിപ്പീരിന്റെ ഭാഗമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇത് ജനം മുഴുവനും കാണുന്നത്. സത്യം എന്താണ്? ഇവർ ഈ പറയുന്ന സത്യവുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ? രാഹുൽ ഗാന്ധി പലപ്പോഴും ഈ പല കാര്യങ്ങളും പറയുമ്പോഴും ഇതിനൊന്നും കോൺക്രീറ്റ് ആയിട്ട് എവിഡൻസ് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ റഫേലിന്റെ കാര്യം, അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഡിബേറ്റ് ഉണ്ടായി. അത് വാങ്ങുന്നതിന്റെ പണവും അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇതൊന്നും തെളിയിക്കാൻ പറ്റിയില്ല. സത്യമാണ്. രാഹുൽ ഗാന്ധി അന്ന് പാർലമെന്റിൽ പറഞ്ഞതിനാണ് വലിയ പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ട് തള്ളിക്കളഞ്ഞു. അതായത് ഞാൻ വീണ്ടും പറയാം, ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. അതാണ് അതിൻ്റെ പ്രധാന തെളിവ്. അതാണ് ഈ രാഹുൽ ഗാന്ധിക്കും തേജസ്വിനി യാദവിനും അവിടെ നടക്കുന്ന അധികാര യാത്ര. അതിന് ഇത്രമാത്രം ഗ്രാമങ്ങൾ ഇളകുകയാണ് ശരിക്കും. അതിൻ്റെ ഒരു തെളിവ് പറയാം. ഇപ്പം ഈ ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോവാ സെപ്റ്റംബറിൽ. അവിടെ 100 കണക്കിനും 200 കണക്കിനും യൂട്യൂബേഴ്സ് ഈ പറയുന്ന BJPക്കും നിതീഷും വരും, അത് ചെയ്യും, അങ്ങനെ അങ്ങ് അടിച്ചടിച്ചുകൊണ്ട് വിട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഈ യാത്ര തുടങ്ങി. അതിൽ 70% യൂ-ടേൺ അങ്ങ് അടിച്ചു. കാരണം അവർക്ക് വ്യൂവേഴ്സ് കുറയാൻ തുടങ്ങി. എല്ലാവരും യാത്രയിലൊക്കെ ഫോക്കസ് ചെയ്യുന്നു. അതായത് യാത്രയുടെ മറ്റൊരു രസകരമായ സംഭവം കേട്ടോളാം. അതിനകത്ത് ആദ്യം കാണുന്ന വിഷ്വൽസും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും ഈ ലാലുവിൻ്റെ പാർട്ടിയുടെയൊക്കെ അവരുടെയൊക്കെ യൂട്യൂബിലൊക്കെ വരുന്നത് ആദ്യത്തെ ചിഹ്നവും പിക്ചറും ഒക്കെ തേജസ്വിനി വണ്ടി ഓടിക്കുന്നു. ഇതുമായിട്ട് ഇന്ത്യയുടെ മിത്തോളജിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് തേജസ്വിനി വണ്ടി ഓടിക്കുന്നു, അപ്പോൾ രാഹുൽ ഗാന്ധി അതിൻ്റെ മുമ്പിൽ ആൾക്കാരെ സ്വീകരിക്കുന്നു, കൈ കാണിക്കുന്നു. സോ അതൊരു കോമ്പിനേഷനാണ്. ഏതായാലും ലാലു പ്രസാദ് യാദവ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന് ബീഹാറിലുള്ള സ്വാധീനമൊന്നും നിതീഷിനില്ല. അയാൾക്ക് പ്രായമായി പോയി, പല കേസുകളായി. പക്ഷെ ഇന്നും ഈ പ്രായമായ ലാലു 2 വാക്ക് പറയുമ്പോൾ എത്രമാത്രം ആവേശമാണ് അവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സിലെ ലാലു പ്രസാദ് യാദവിനോടുള്ള വിശ്വാസം എന്നതാണ് നമ്മളിത് നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് ലാലു എല്ലാം കൂടെ ചേർന്ന് ഈ കോൺഗ്രസിന് ഉണർത്തുപാട്ട് വന്നു കഴിഞ്ഞാൽ ഉണർത്തുപാട്ടാണ് ഈ സംഭവം. അതാണ് ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ ചോദിക്കുവാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയിലെ പൊളിറ്റിക്കലി ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാവങ്ങളാണ്, എഡ്യൂക്കേഷനില്ല, പക്ഷേ ആ ഒരു ക്ലാസ് എന്ന് പറയുന്ന ബീഹാറികളാണ്, ബീഹാർ കമ്മ്യൂണിറ്റിയാണ്. അവിടുത്തെ ഗ്രാമാന്തരങ്ങളിൽ രാഷ്ട്രീയം പറയും. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം തുടങ്ങിയത് ബീഹാറിൽ നിന്നാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കുക,
ഇന്ത്യയിൽ ഇന്ന് BJPക്കകത്തും കോൺഗ്രസിനകത്ത് വലിയ നേതാക്കളൊന്നുമില്ല. അവിടെയുള്ള നിതീഷിൻ്റെ പാർട്ടിയാണെങ്കിലും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ ആണെങ്കിൽ തന്നെ ഈ 60 കഴിഞ്ഞോ 55 വയസ്സ് കഴിഞ്ഞോ എല്ലാ നേതാക്കളും സോഷ്യലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. എന്നാൽ RSSനും സ്വാധീനമുള്ള സ്ഥലമാണ്. ഈ RSSന്റെ സംഘപരിവാറിന്റെ സ്വാധീനമുള്ള ആളുകൾക്ക് ഓപ്പറേഷൻ സിന്ദൂരാണ് പ്രശ്നമായത്. അതുകൊണ്ടാണ് ഈ ഗ്രാമങ്ങളിൽ ഇത്രമാത്രം BJPയെ നിതീഷിനെ എതിർക്കുന്നത്. BJPക്ക് ഇവിടെ പറയാനൊന്നുമില്ല. എന്തുവാ പറയുന്നത്? റോഡുണ്ടാക്കി മറ്റുള്ള ഡെവലപ്മെന്റ്. ഈ പറയുന്ന ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് നിതീഷും BJPയും പറയുന്നതൊക്കെ ഉള്ളൂ. അതിന് മുകളിലോട്ട് ഇതൊന്നും പോയിട്ടില്ല. ഇതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ വിസിബിളായിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങി. പിന്നീട് രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിൽ അവതരിപ്പിച്ച ഈ വോട്ട് ചോരി, ഒരു മറുപടി പോലും കൊടുക്കാൻ കഴിയാത്ത ഇലക്ഷൻ കമ്മീഷൻ. അവരുടെ പത്രസമ്മേളനം കണ്ടാൽ അറിയാം. അതായത് 5 ചോദ്യങ്ങൾ എടുക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നില്ല. ക്ലാരിറ്റി ഇല്ലാത്ത ചോദ്യം, ക്ലാരിറ്റി ഇല്ലാത്ത ഉത്തരം. ചോദ്യങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ ഇലക്ഷൻ കമ്മീഷന് ക്ലാരിറ്റി ഇല്ല, BJPക്ക് ക്ലാരിറ്റി ഇല്ല. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ജനങ്ങൾക്ക് മനസ്സിലായത് അവരെ ഫേക്കായിട്ട് ഇത് കബളിപ്പിക്കുകയാണ്. ഏകദേശം ഇപ്പോഴാണ് ഓരോ കണക്കുകളും പുറത്തു വരുന്നത്. അതായത് ട്വിറ്റർ തന്നെ പറയുന്നു, അതിനകത്ത് ഗ്രോക്കിനകത്ത് നിങ്ങൾ അടിച്ചു നോക്ക്, ഏകദേശം ട്വിറ്റർ അക്കൗണ്ട് തന്നെ പറയുന്നു 60% മുതൽ 65% മോദിയുടെയും BJPയുടെയും ട്വിറ്റർ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഫേക്കാണ്. ഇതൊക്കെ ഓരോന്നായിട്ട് പുറത്തു വരുവാണ്. നേരത്തെ പറഞ്ഞു, ഇപ്പൊ ട്വിറ്റർ തന്നെ പറയുന്നത് അത് ഫേക്കാണ്. കാരണം ഫേക്കായിട്ട് അക്കൗണ്ടിൽ കൂടെ ഇതേപോലുള്ള കള്ളത്തരങ്ങളും കാര്യങ്ങളും മാത്രം കാണിച്ചു. അതിനെ വിശ്വസിച്ച് വലിയൊരു കൂട്ടമുണ്ട്. അവർക്ക് തന്നെ മനസ്സിലായി ഇത് മുഴുവനും കള്ളത്തരമാണ്. അതായത് IT സെല്ലെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ വെക്കുന്നു, അവർ വേറെ കുറച്ച് ആൾക്കാരെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ വെച്ച് ഫേക്ക് കഥകൾ അങ്ങ് ഉണ്ടാക്കി വിടുന്നു. അതായത് ശരിക്കുമുള്ള റിയൽ ഇന്ത്യയോട് ഫേക്ക് ഇന്ത്യ കളിക്കുന്നു. ആ കളിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പുറത്തായത്. അതിനുശേഷം ഇതേപോലെ പൊളിറ്റിക്കൽ റാലി. ഇനി ഞാൻ ബീഹാറിന്റെ രാഷ്ട്രീയം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യൻ രാഷ്ട്രീയം മാറ്റിയവരാണ് ബീഹാറിന്റെ പൊളിറ്റീഷ്യൻസ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റം അതിന്റെ തുടക്കം സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നിന്നാണ്. സാക്ഷാൽ ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായണൻ വരുന്നു, സോഷ്യലിസ്റ്റ് നേതാവ്. അതും ബീഹാറിൽ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് ജൈത്രയാത്ര തുടർന്ന് ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൂജ്യമാക്കി മാറ്റി. അത് ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളും ഹിന്ദി സംസാരിക്കുന്ന സ്റ്റേറ്റുകളും അതേപോലെ വെസ്റ്റേൺ ഇന്ത്യയും പൂർണ്ണമായിട്ടും കയ്യിലെടുത്തു. പക്ഷെ കേരളം വന്നു ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നു. അതാണ് ബീഹാർ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ കോൺഗ്രസിന് കിട്ടിയ സെറ്റ് ബാക്ക്. രണ്ടാമത്തെ സെറ്റ് ബാക്ക്, വീണ്ടും ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നു, കോൺഗ്രസ് തിരിച്ചു വരുന്നു, രാജീവ് ഗാന്ധി മുഖാന്തരം വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സംഭവം നോക്കുക, മണ്ഡൽ കമ്മീഷൻ. അതിനുശേഷം അയോധ്യ. ഇതിൽ വീണ്ടും കോൺഗ്രസിന്റെ അടി കിട്ടുന്നു. പക്ഷെ അവിടെ ഉയർന്നു വന്ന BJP അല്ല, അവിടെ ലാലു പ്രസാദ് യാദവ്. ഇപ്പുറത്തെ UPയിൽ മുലായം സിംഗ് യാദവ്. അവർ അതിൻ്റെ ആ മണ്ഡൽ കമ്മീഷനിലെ അയോധ്യയിലുണ്ടായ പ്രോഡക്റ്റുകളാണ് അവർ കയറി വരുന്നത്. പക്ഷെ അതോടുകൂടി ബീഹാറിൽ കോൺഗ്രസ് പൂജ്യമായിട്ട് മാറുന്നു. അന്ന് കോൺഗ്രസ് പോയ പോക്കാണ്. ആ കോൺഗ്രസ് തിരിച്ചു വരുന്നത് 2025 ഈ യാത്രയോടുകൂടി തിരിച്ചു വരികയാണ്. അതാണ് ബീഹാർ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. ബീഹാർ രാഷ്ട്രീയത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നത്, അതായത് ജോലി വന്ന് ചെയ്യുന്നത് ബീഹാറികളാണ്, ബംഗാളികളല്ല. കാരണം ബീഹാറികൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ലേബേഴ്സായിട്ടും സാധാരണയൊക്കെ ജോലിക്ക് പോകുന്നത് ഏറ്റവും കൂടുതൽ ബീഹാറി കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഒരു വ്യവസായവും പരിപാടിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരുടെ പൊളിറ്റിക്കൽ അവയർനെസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഗുജറാത്തികളെക്കാളും കൂടുതലാണ്. അവർക്ക് രാഷ്ട്രീയം അറിയാം, സോഷ്യലിസം എന്താണെന്നറിയാം, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എന്താണെന്നറിയാം, ഇന്ത്യയുടെ പൊളിറ്റിക്സ് അറിയാം. ഇതിനകത്ത് ഏറ്റവും വലിയ മെജോറിറ്റി കമ്മ്യൂണിറ്റി വരുന്ന ഏതാ? ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അതേപോലെ OBC. അപ്പൊ അവരെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യയോട് മുന്നോട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് തന്നെ ഫോളോ ചെയ്യും വരാൻ പോകുന്ന UP ഇലക്ഷൻ. അതാണ് BJPക്ക് ഏറ്റവും കൂടുതൽ പേടി നേതാക്കൾക്ക്. ഇനി മറ്റൊരു കാര്യം പറയാം. രാഹുലിനുണ്ടായ മാറ്റം കഴിഞ്ഞ് 3 മാസം കൊണ്ട് നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും. രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ആൾക്കാരെ വിളിച്ച്, പ്രതിപക്ഷ നേതാക്കളെ വിളിച്ച് ഡിന്നർ കൊടുക്കുന്നു, അതേപോലെ ലഞ്ച് മീറ്റിംഗ് നടത്തുന്നു.
എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി ഡൽഹിയിലുള്ളപ്പോൾ, അതായത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് ഡിന്നറും പരിപാടികളും ഡിസ്കഷൻസ് ആണ്. കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് ഇത് ഉണ്ടായത്. അതായത് എല്ലാ നേതാക്കന്മാർക്കും, പ്രതിപക്ഷ നേതാക്കൾക്കും മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്കും രാഹുലിനെ ഏത് സമയത്തും കാണാൻ പറ്റും. ആ ഒരു സംഭവം രാഹുൽ ഉണ്ടായി കൊടുത്തു. ഇത് നേരത്തെ രാഹുൽ ഈ പറയുന്ന പോലെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കരമായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ രാഹുലിന് അഡ്വൈസ് കൊടുത്തത് ആരാ? ഇതാണ് അടുത്ത സംഭവം. വൈസ് പ്രസിഡന്റായിട്ടിരുന്ന് BJP പുറത്താക്കിയ ജയദീപ് ധങ്കർ, അയാളാണ് പറയും ഇങ്ങനെ നടത്താൻ പറ്റില്ല, സ്മാർട്ടായിട്ട് നടക്കണം, ഈ പ്രതിപക്ഷ പാർട്ടികളെ കൂടെ കൊണ്ട് നടക്കണം. അതിനകത്ത് തന്നെ ഈ സോണിയാഗാന്ധിയുടെ വീട്ടിൽ തന്നെ പല BJP MPമാരും പോയി മീറ്റിങ്ങിന് പങ്കെടുത്തു എന്ന് അറിയാൻ സാധിക്കുന്നത്. അവർ തന്നെയാണ് രാഹുലിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, ഈ രീതിയിൽ ഇന്ത്യയുടെ പോക്ക് നടക്കില്ല. ഇവരുടെ ഒക്കെ പിന്തുണയുണ്ടായി. അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന്റെ കാര്യം, അവിടുത്തെ ഇലക്ഷന്റെ കാര്യവും പറഞ്ഞത്. അതായത് BJPയും നിതീഷിനെയും പിന്തുണയ്ക്കുന്ന പല BJP MPമാരും അവര് BJPന്ന് വിട്ടുപോകാൻ തയ്യാറാണ്. ഈ പറയുന്ന ഈ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. 1 വർഷം പോകത്തില്ല മോദി. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കോൺസ്പിറസിയാണ്, അമേരിക്കനാണ്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മോദിയെ മാറ്റും ഇവര്. സംഘപരിവാറിന് മോദിയുമായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല. അവസാനം CP രാധാകൃഷ്ണൻ, അതായത് പുതിയ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരാൾ വരുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ആരുടെ നോമിനിയാണ്? പക്ക RSSന്റെ. മോദിക്ക് താല്പര്യം ജയദീപ് ധങ്കറിനെ പോലെ ഈ പറയുന്ന RSSന്റെ പാരമ്പര്യത്തിൽ ഈ അടുത്ത സമയത്തൊക്കെ മോദി വന്ന ശേഷം, അല്ലെങ്കിൽ അതിന് കുറച്ച് നാൾ മുമ്പ് BJPയിൽ വന്നവരെയാണ് മോദിക്ക് താല്പര്യം. പക്ഷെ RSS കട്ട്രോട്ടായിട്ട് നിന്നു. പറ്റില്ല. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 8 മാസം 9 മാസമായിട്ട് BJPക്ക് ഒരു നാഷണൽ പ്രസിഡന്റ് ഉണ്ടാവത്തെ? എത്ര BJPക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാം? മോദിക്ക് താല്പര്യം അണ്ണാമലയെ കൊണ്ടുവരണം. RSS സമ്മതിക്കുന്നില്ല. ഇത് ഒറ്റ കാര്യം, RSS സിന്ധൂറിന് ശേഷം മോദിക്കെതിരെ അങ്ങ് തിരിയുകയാണ്. അപ്പം അതിൻ്റെ റിഫ്ലക്ഷനും റിയാക്ഷനും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അവരപ്പോൾ ആർക്ക് സപ്പോർട്ട് ചെയ്യും? ഈ താഴെ തട്ടിലെ ആൾക്കാരാണല്ലോ, അതായത് താഴെ തട്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനമായ ഘടകം. അതായത് സെന്റിമെന്റ്സും സിമ്പതൈസേഴ്സും പല കാര്യങ്ങളിൽ യോജിച്ചു പോകുന്നവർ. ഇന്ത്യക്കകത്ത് നമ്മൾ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒക്കെ സഞ്ചരിച്ചാൽ, അതായത് ഞാൻ ഈ പറയുന്നത് സദേൺ ഇന്ത്യ മാറ്റി വെക്കുക, ഇന്ത്യക്കകത്ത് ഈ ഗ്രാമവാസികൾക്കെല്ലാം ഒരു സോഫ്റ്റ് ഹിന്ദുത്വമുണ്ട്. ജയ് ശ്രീറാമും ഇത് പറയുന്നവരാണ് എല്ലാവരും. പക്ഷെ ഇവരൊക്കെ പറയുന്നത് വളരെ നിഷ്പക്ഷമായിട്ടും സത്യസന്ധവുമായിട്ടാണ് പറയുന്നത്. അല്ലാതെ ബജറാങ് ദളിനെ പോലെ കള്ളത്തരവും ഗുണ്ടായിസം കാണിച്ച് പറയുന്നവർ. അവർ നമ്മളെ കണ്ടാലും പറയും. ഞാനും തിരിച്ചു പറയാറുണ്ട്, എത്രയോ പേരോട് പറയാറുണ്ട്. അതിനകത്ത് എന്തുവാ വലിയ പ്രശ്നം ഒന്നുമില്ല. അത് ഇന്ത്യക്കാരൻ്റെ ഒരു സ്ലോഗനാണ്. ആ സ്ലോഗൻ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാനും അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നതിന് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ പറയുന്ന ഒരു ഇന്ത്യക്കാരൻ, ആ ഇന്ത്യക്കാരെ ഓപ്പറേഷൻ സിന്ദൂർ, അതേപോലെ വോട്ട് ചോരി, അതേപോലെ മുഴുവനും പറയുന്ന ഫേക്ക് നരേറ്റീവ്സും കള്ളത്തരവും, ഇത് ബീഹാറിൽ നിന്ന് തുടക്കം കുറിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും പറയോ അങ്ങനെ നടക്കില്ല. വീണ്ടും ആവർത്തിക്കുന്നു, രാഹുൽ ലീഡറായി. അതായത് മോദിയുടെ ആ വലിപ്പത്തിലോട്ട് രാഹുൽ കയറുകയാണ്. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ അൺഡിസ്പ്യൂട്ടബിൾ നേതാവാകും. ഉറപ്പായിട്ട് ഞാൻ പറയാം. കാരണം അതേപോലെയാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. പൂർണ്ണമായിട്ട് ഒപ്പോസിഷനെ കൂടെ നിർത്തുന്നു. BJPക്കകത്ത് മോദിയോട് എതിർപ്പുള്ളവർ ശരിക്കുമുണ്ട്. 10-11 വർഷം പ്രധാനമന്ത്രിയായിട്ട് ഈ പറയുന്ന ആൾക്കൊന്നും എല്ലാ ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പല ആളുകൾക്കും പലപ്പോഴും മന്ത്രിയാകണം, അതാകണം, ഇതാകണം, ഇതൊന്നും നടക്കാതെ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കിട്ടാത്ത പല BJP നേതാക്കളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റ പല BJP നേതാക്കളുണ്ട്. ഇവർക്കൊന്നും ഈ മോദിയോട് ഇനി യോജിച്ചു പോകാൻ സാധിക്കത്തില്ല. അവർ പറയുന്ന ഗുജറാത്തിയോട് ഞങ്ങൾക്ക് യോജിച്ചു പോകാൻ സാധിക്കത്തില്ല. കാരണം മുഴുവനും കച്ചവടവും പരിപാടിയും മാത്രമേ ഉള്ളൂ. ഇവരുടെയൊക്കെ സപ്പോർട്ട് രാഹുലിന് വന്നു കഴിഞ്ഞപ്പോഴാണ് യാത്ര സംഭവം മാറിയത്. അതായത് പട്നയിലോട്ട് യാത്ര വരുമ്പോൾ ഒരു കാര്യം ഉറപ്പ്, നിതീഷിൻ്റെ കട്ടയും പടവും ഇളകും. ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന നാഷണലി നരേന്ദ്രമോദിക്ക്.
അതിൻ്റെ കൂടെ അമേരിക്കൻ പ്രഷർ ഒരു ഭാഗത്ത്, ടാരിഫ് ഒരു ഭാഗത്ത്, എക്സ്റ്റേണലായിട്ട് ഇന്ത്യയുടെ ബന്ധം വഷളാകുന്നു. നൂറോളം ചോദ്യങ്ങൾ കയറി വരികയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്ത് എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടാകും, ഇന്ത്യക്കകത്ത് പ്രശ്നമുണ്ടാകും, സ്വന്തം പാർട്ടിയിൽ പ്രശ്നമുണ്ടാകും. RSS ആണ് BJPയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രശ്നം തുടങ്ങി. അതായത് ഓരോന്നും പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വരികയാണ്. ഇതൊന്നും സെറ്റിൽ ചെയ്യാനും ഒരുമിച്ച് നിർത്താനും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ RSS ഇടഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം മോദിയെ കൊണ്ട് സാധിക്കില്ല. അല്ലായിരുന്നുവെങ്കിൽ ഒരു BJPക്ക് ഒരു നാഷണൽ പ്രസിഡന്റ് കഴിഞ്ഞ 8-9 മാസമായിട്ട് ഉണ്ടായിട്ടില്ല. അതാണ് സ്ഥിതി. ഇത് യാഥാർത്ഥ്യം മനസ്സിലാകുക. അതായത് മഹോൽ പൂര ചേഞ്ച് ആവുകയാണ്. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ പൂർണ്ണമായിട്ടും മോദി താല്പര്യം സംഭവം, മോദി ഫാൻ ഭക്ത് മുഴുവനുമായിട്ട് അടിച്ചു പിരിഞ്ഞങ്ങ് പോയി. അല്ലെങ്കിൽ ഒരു ഹൈവേ ഒക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എത്രയോ ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടുന്ന് ദ്വാരക എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ചെയ്ത സമയത്ത് അവിടെ ആളും ക്ലാപ്പൊന്നുമില്ല. പാർട്ടി എത്ര ശ്രമിച്ചിട്ട് എത്ര ആൾക്കാരെ വരുന്നുള്ളൂ, ആൾക്കാർക്ക് ആവേശമൊന്നുമില്ല. അപ്പം അവരുടെയും താല്പര്യം മോദി മാറട്ടെ, വേറൊരാൾ വരട്ടെ, 10 വർഷമൊക്കെ മതി, 11 വർഷം മതി, ഇതിൽ കൂടുതൽ ഒരാൾ ഇരിക്കേണ്ട. ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ വഷളാക്കും. ഇത് തന്നെയാണ് സാധാരണ BJPയോട് താല്പര്യമുള്ള ജനങ്ങളും സംഘപരിവാറിൻ്റെയും നിർദ്ദേശം. ഇത് തന്നെയാണ് ബീഹാറിൽ കാണുന്നത്. അതായത് വീണ്ടും പറയാം, ബീഹാർ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ചേഞ്ച് ഇന്ത്യൻ രാഷ്ട്രീയം അതേപോലെ ഫോളോ ചെയ്യും. അതായത് വരാനുള്ള ദിവസങ്ങളിൽ മോദിക്ക് കറുത്ത ദിനങ്ങളാണ്. അതായത് ഉറക്കം വരാത്ത ദിനങ്ങൾ മാത്രമായിരിക്കും. അതായത് ഗ്ലോബലായിട്ട് പ്രശ്നം, ഇന്ത്യക്കകത്ത് പ്രശ്നം, പൊളിറ്റിക്കലി സ്വന്തം പാർട്ടിയിൽ പ്രശ്നം, ഒപ്പോസിഷൻ്റെ ഒരുമിച്ചുള്ള കൂട്ടായ്മ, മൾട്ടിപ്പിൾ ഇഷ്യൂ, അതിനകത്ത് സിന്ദൂർ കയറി വന്ന അതിൻ്റെ അകത്തെ കപടത, ഇതിനൊക്കെ എവിടെ പോയി ഉത്തരം കൊടുക്കും? അതായത് നാഷണൽ ഇഷ്യൂ എന്ന് പറയുന്നത് RSSനും BJPക്കും അതൊരു ഇഷ്യൂ തന്നെയാണ്. സോഫ്റ്റ് ഹിന്ദുത്വ, ഹാർഡ് ഹിന്ദുത്വയ്ക്കും അതൊരു ഇഷ്യൂ തന്നെയാണ്. ഇതിനൊക്കെ എവിടെ പോയി ഉത്തരം കൊടുക്കും? ഇത്രമാത്രം അമേരിക്ക താങ്ങിയിട്ട് അമേരിക്ക എന്ത് തന്നു? അവരും തള്ളി ദൂരെ കളഞ്ഞു. ആരാണ് ഇന്ത്യയുടെ കൂടെ ഉള്ളത്? ഡയസ്ഫോറ പോലും മോദിയെ എതിർക്കാൻ തുടങ്ങി. അതായത് ഞാൻ പറയുന്ന മൾട്ടിപ്പിൾ ഇഷ്യൂസ് മോദിക്കെതിരെ കയറി വന്നു. ഇവിടെയാണ് രാഹുൽ കൗണ്ടർ ചെയ്ത് വളരെ മുമ്പിലോട്ട് പോകുന്നത്. അതാണ് നമ്മൾക്ക് ബീഹാറിൽ കാണാൻ സാധിക്കുന്നത്.